ഹായ് ഓൾ. ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഫ്രീപിക്. ഫ്രീ ആയിട്ട് ഡിസൈനിങ് പർപ്പസിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ലൈക്ക് ഇമേജസ്, വീഡിയോസ്, വെക്ടേഴ്സ്, ഇല്ലസ്ട്രേഷൻസ്, ഐക്കൺസ്, ടെംപ്ലേറ്റ്സ് തുടങ്ങി ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫ്രീപിക്. ഫ്രീ ആയിട്ട് മാത്രമല്ല, അതിൽ പ്രീമിയം മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. എന്നാൽ കൂടെ മോസ്റ്റ്ലി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇമേജസും നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീപിക്കിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നാൽ ഇതൊന്നുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന പോലെ ഫ്രീപിക്ക് ഇപ്പോൾ പഴയ ഫ്രീപിക്കൊന്നും അല്ല കേട്ടോ. ഇറ്റ്സ് പാക്ഡ് വിത്ത് അഡ്വാൻസ്ഡ് AI ഫീച്ചേഴ്സ്. അതായത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഇപ്പോൾ ഫ്രീപിക്കിൽ അവൈലബിൾ ആണ്. ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ഇമേജ് അപ്സ്കെയിൽ, ഇമേജ് റീടച്ചിങ് തുടങ്ങി ഒരുപാട് AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഫ്രീപിക്കിൽ അവൈലബിൾ ആണ്. ഇനി സൗണ്ട് എഫക്റ്റ് ജനറേഷൻ വരെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ് ഫ്രീപിക്. അതുകൊണ്ട് തന്നെ ഇത്രയും AI ഫീച്ചേഴ്സ് ഒരൊറ്റ വെബ്സൈറ്റിൽ അവൈലബിൾ ആയ കാരണം നിങ്ങൾക്ക് ഒരുപാട് സെപ്പറേറ്റ് AI ടൂൾസ് തപ്പി നടക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു സിംഗിൾ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോ ഫ്രീപിക് എന്താണെന്ന് അറിയാത്തവർക്കും അതുപോലെ തന്നെ ഫ്രീപിക്കിലെ AI ടൂൾസ് ഇതുവരെ പരിചയപ്പെടാത്തവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. ഇനി ഫസ്റ്റ്ലി ഫ്രീപിക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർഫേസും ഒന്ന് പരിചയപ്പെടാം. സോ ഗൂഗിളിൽ പോയിട്ട് ഫ്രീപിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ സമയത്ത് ഫ്രീപിക്കിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. സോ ഇതാണ് ഫ്രീപിക്കിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇവിടെ സെർച്ച് ഓൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും സെർച്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈനിങ്സിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ അതൊക്കെ നമ്മൾ ഇവിടെയാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ അസറ്റ്സ് എന്ന് പറഞ്ഞത് എല്ലാ കളക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെക്ടേഴ്സ്, ഫോട്ടോസ്, ഐക്കൺസ്, വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോട്ടോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു ടിക്ക് മാർക്ക് വരും. അപ്പോൾ ആ ഫോട്ടോസ് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ ഫോട്ടോസ് മാത്രമേ വരുള്ളൂ. അതല്ല നിങ്ങൾക്ക് വീഡിയോസ് മതിയെങ്കിൽ അങ്ങനെ എന്താണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ബേബി ഗേൾ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേബി ഗേൾ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ബേബി ഗേളിൻ്റെ ഇമേജസ് ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഇതിൽ എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചൊന്നും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട ഓപ്ഷൻസ് ഒന്നും കൂടെ കാണാം. അസെറ്റ് ടൈപ്പ് കണ്ടോ, വെക്ടേഴ്സ്, ഫോട്ടോസ്, ഐക്കൺസ്, വീഡിയോസ്, PST, ടെംപ്ലേറ്റ്സ്, മോക്കപ്സ്, അങ്ങനെ ഒരുപാട് അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ഞാൻ വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ആ ഇമേജസും ഐക്കൺസും ഒക്കെ പോയി ഇപ്പോൾ വീഡിയോസ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഫ്രീപിക്കിൻ്റെ ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഇമേജസും അല്ലെങ്കിൽ ഫ്രീ അസറ്റ്സും മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലൈസൻസിന് അവിടെ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ട് വരും. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ല പ്രീമിയം കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാം. കണ്ടോ, ഇതിൽ ഈ മുകളിലായിട്ട് വരുന്ന ഇതാണ് പ്രീമിയം ഇമേജസ് അല്ലെങ്കിൽ പ്രീമിയം അസറ്റിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻ്റർഫേസിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ വീണ്ടും ഇൻ്റർഫേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് AI ടൂൾസ് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള AI ടൂൾസ്. താഴെ കുറച്ച് ബോക്സസ് ആയിട്ട് കണ്ടല്ലോ, AI വീഡിയോ ജനറേറ്റർ, AI ഇമേജ് ജനറേറ്റർ, റീഇമേജിൻ, അപ്സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയല്ല, നിങ്ങൾക്ക് മുകളിലായിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് കാണാം. കണ്ടോ, ഇവിടെ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത്
സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ്, എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പോൾ AI ഇമേജ് ക്രിയേറ്റ് ചെയ്യണോ, മോക്കപ്പ് ജനറേറ്റർ, ഡിസൈനർ, AI വീഡിയോ ജനറേറ്റർ, AI വോയിസ് ജനറേറ്റർ, AI ഐക്കൺ ജനറേറ്റർ, അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള അതൊക്കെ ഈ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഫയലോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഇമേജസോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, റീഇമാജിൻ, റീടച്ച്, അപ്സ്കെയിൽ, എക്സ്പാൻഡ്, ഇമേജ് എഡിറ്റർ. സോ ഇത്രയും AI ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീപിക്കിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിൽ റൈറ്റ് സൈഡിലായിട്ട് പ്രൈസിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസിങ് ഓപ്ഷൻസ് കാണാം. ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഓരോ പ്ലാനിലും കിട്ടുന്നത് എന്നുള്ളത് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, എല്ലാ പ്ലാൻസും കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫ്രീ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് യൂസസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെയിലി ഇത്ര ഇമേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ, പ്രീമിയത്തിൽ അൺലിമിറ്റഡ് ആണ്. ഡൗൺലോഡ്സ് പെർ ഡേ എന്ന് പറഞ്ഞത് പ്രീമിയത്തിൽ അൺലിമിറ്റഡ് ആണ്. ഗെറ്റ് എസെൻഷ്യൽ ഇതിലാണെന്നുണ്ടെങ്കിൽ 10 ആണ് വരുന്നത്. ഫ്രീ വേർഷനിലും 10 ആണ്. ബാക്കി പ്രീമിയം പ്ലസിലും അൺലിമിറ്റഡ് ആണ് ഓപ്ഷൻസ് വരുന്നത്. സോ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിലി ഇതിൽ അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രീമിയം നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് അധികമൊന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫ്രീ ഓപ്ഷൻ മതിയാവും. കാരണം പ്രീമിയം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് ഇമേജസൊക്കെ ഫ്രീ വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇമേജ് ജനറേഷനും ഇപ്പോൾ ഇതിൽ കുറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുള്ളൂ. മ്യൂസിക് ഡൗൺലോഡ് പെർ ഡേ എന്ന് പറഞ്ഞിട്ട് 5. അങ്ങനെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫ്രീപിക്കിൻ്റെ ഈ ഒരു ഇൻ്റർഫേസും അതുപോലെ തന്നെ പ്രൈസിങ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.